ഹായ് 2026 ജനുവരി 22 നടന്ന ജെഇമെയിൻ്റെ ഫസ്റ്റ് ഫേസിലെ ഫസ്റ്റ് ഷിഫ്റ്റ് അതാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്, അതിൻ്റെ മാസ് തന്നു, റേഡിയസ് തന്നു. കെപ്റ്റ് ഇൻ കോൺടാക്ട് വിത്ത് അനദർ സോളിഡ് സ്ഫിയർ ഓഫ് മാസ് 10 കിലോഗ്രാം ആൻഡ് റേഡിയസ് 20. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് പെയർ ഓഫ് സ്ഫിയേഴ്സ് അബൌട്ട് ദ ടാൻജന്റ് പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓഫ് കോൺടാക്ട് ഈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ രണ്ട് സ്ഫിയർ, റൈറ്റ്, ഇതൊരു സ്ഫിയർ, വേറൊരു സ്ഫിയർ, രണ്ടും കോണ്ടാക്റ്റിൽ വെച്ചു, റൈറ്റ്. രണ്ടിൻ്റെ റേഡിയസ് വ്യത്യാസമുണ്ട്, മാസ് വ്യത്യാസമുണ്ട്, റൈറ്റ്. ഏതാ ആക്സിസ്? ദിസ് ഇസ് ദ ആക്സിസ്, റൈറ്റ്. ആ ആക്സിസ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് കൂടെ പോണ സാധനം. സെൻറ്റർ ഓഫ് മാസ് കൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5 mr². അപ്പം ടാൻജന്റ് അബൌട്ട് നമ്മൾ പാരലാക്സ് തിയറം യൂസ് ചെയ്താൽ ദിസ് ഇസ് 2/5 mr² പ്ലസ് 7/5 mr. ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ അബൌട്ട് ഇറ്റ്സ് ടാൻജൻഷ്യൽ ആക്സിസ്. അപ്പം ഞാൻ ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും വിളിച്ചാൽ I1, യെസ്, ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I1 പ്ലസ് I2 എന്ന് പറയാം. I1 പ്ലസ് I2 7/5 കോമൺ അല്ലേ. M1 എന്ന് പറഞ്ഞത് 5 ഇൻറ്റു R1² എന്ന് പറഞ്ഞത് 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ, അതായത് 10⁻⁻1 സ്ക്വയർ, പ്ലസ് M2 എന്ന് പറഞ്ഞത് 10 കിലോഗ്രാം ഇൻറ്റു റേഡിയസ് 20 സെൻറ്റിമീറ്റർ. അങ്ങനെ പറഞ്ഞാൽ 2 ഇൻറ്റു 10⁻⁻1 സ്ക്വയർ. യെസ്, അപ്പോൾ ഇതിപ്പോൾ എന്തായി? യെസ്, ദാറ്റ് ഈസ് 7/5 ഇൻറ്റു R² അല്ലേ. ഇത് ഒരുമിച്ച് സ്ക്വയർ ആണ്, അതേപോലെ ഇതും ഒരുമിച്ച് സ്ക്വയർ ആണ്, റൈറ്റ്. സോറി, ആ രണ്ടും തെറ്റി, ആറിന് മാത്രം സ്ക്വയർ ഇട്ടാൽ പോരെ, റൈറ്റ്. അപ്പോൾ ഇവിടെ 5 ഇൻറ്റു 10⁻⁻2 ഉണ്ടാവും, പ്ലസ് ഇത് 2 ഇൻറ്റു 10 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 10⁻⁻2 ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ എത്രയായി? ദാറ്റ് ഈസ് 7/5 ഇൻറ്റു 5 പ്ലസ് 40, ദാറ്റ് ഈസ് 45 ഇൻറ്റു 10⁻⁻2. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ 9, അപ്പോൾ 63 ഇൻറ്റു 10⁻⁻2. അങ്ങനെ പറഞ്ഞാൽ 0.63. അപ്പോൾ 4 is the answer. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ